1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 800800-120. ബഹുമാനപ്പെട്ട കോടതി, വ്യാജ വാർത്തകളുടെ ഒരു കൊട്ടാരം തന്നെ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ് വാദിഭാഗം വക്കീല്. സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ ബലരാമന്റെ ഭാര്യ ശ്രീമതി ചന്ദ്രമതിയെ വിസ്തരിക്കേണ്ടതുണ്ട്. അതെ, ചന്ദ്രമതിയെ തന്നെ വിസ്തരിക്കണം. അവരാവുമ്പോ കൂടുതൽ തെളിവുകൾ തരാൻ പറ്റുമല്ലോ. ഈ പറയുന്ന ചന്ദ്രമതി എവിടെയാണ് യുവർ ഓണർ? പ്രധാന സാക്ഷിയായ ചന്ദ്രമതി ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല യുവർ ഓണർ. ചന്ദ്രമതിയെ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചന്ദ്രമതി എവിടെ ഉണ്ടെന്നറിയാൻ ചന്ദ്രമതിയുടെ സഹോദരനും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ത്യാഗരാജനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവാദം തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. അപ്പോ കാര്യങ്ങൾ ഇതുവരെ നമുക്ക് അനുകൂലമായിട്ട് പോകുന്നു അല്ലേ? അതെ മാഡം, കോടതിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. തമ്പി വക്കീൽ നിന്ന നെപ്പി തന്നെ തിരിച്ച് മറിച്ചും ചോദിച്ച് കൊല വിളിച്ചു. മീര കേസൊക്കെ എടുത്തിട്ടു. കൊള്ളാലോ. ആ കാട്ടൂരാൻ അയാളുടെ അവസ്ഥ എന്താ? ഒരു കാര്യമില്ല, എന്തൊക്കെയോ ആദിക്കാൻ നോക്കിയിട്ട് ഏശിയില്ല. ചന്ദ്രമതിയെ കുറിച്ച് അയാൾ എന്തെങ്കിലും കോടതി പറഞ്ഞു? ചന്ദ്രമതിയെ കുറിച്ചുള്ള പരാമർശം വന്നു. ചന്ദ്രമതി എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ത്യാഗരാജനെ വിസ്തരിക്കാൻ തുടങ്ങുക. ഓ, ചന്ദ്രമതിയെ പ്രതീക്ഷിച്ചിരുന്ന ചന്ദ്രോത്തുകാർ ആകെ തകർന്നു കാണുമല്ലേ? തകർന്ന് തരിപ്പണമായി മാഡം. എല്ലാവരുടെയും പ്രതീക്ഷ ചന്ദ്രമതിയായിരുന്നു. അത് പൊളിഞ്ഞ് പാളീസായില്ലേ? ഇനി ഗ്രൗണ്ട് ഇല്ലല്ലോ, മൊത്തം പൊളിഞ്ഞു. പൊളിക്കണം. ആ കേസ് ത്യാഗരാജന് അനുകൂലമായിട്ട് വിധിക്കണം. സിദ്ധാർത്ഥൻ വീണ്ടും ജയിലിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത എനിക്ക് കേൾക്കണം. ഏറ്റു മാഡം. പ്രഭാവതിയുടെ ചിറക് വെട്ടിയിടുന്ന പോലെ ആയിരിക്കും അത്. പിന്നീട് അവളുടെ അടുത്തേക്ക് ഞാൻ ചെല്ലും. അതോടെയാണ് നേർക്ക് നേരെയുള്ള യുദ്ധം തുടങ്ങുന്നത്. ഓക്കെ മാഡം, അത് സംഭവിച്ചിരിക്കും. കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. ത്യാഗരാജൻ? അതെ. കണക്ക് കൂട്ടാൻ അറിയാവോ? അറിയാം. ഒന്ന് കണക്ക് കൂട്ടി പറഞ്ഞേ. എന്ത്? നിലവിൽ എത്ര കേസുകളുണ്ടെന്ന്? അതെനിക്കങ്ങനെ. മൈസൂരിലെ ദേവനഹള്ളിയിൽ ബാങ്ക് മാനേജരെ വെടിവെച്ച് കൊന്ന കേസ്, മംഗലാപുരത്തെ റായ്പൂരിൽ SI നിജലിംഗപ്പയെ കൊന്ന കേസ് തുടങ്ങി എത്ര കേസുകൾ നിങ്ങളുടെ പേരിൽ ചാർജ് ചെയ്തിട്ടുണ്ട്? പറയൂ മിസ്റ്റർ ത്യാഗരാജൻ. എന്താ കണക്കറിയില്ലേ? എന്റെ വക്കീലെ, കേസ് ചാർജ് ചെയ്യാൻ ഏത് പോലീസുകാരനും പറ്റും. കോടതി കുറ്റവാളിയെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ, ശിക്ഷിച്ചിട്ടുണ്ടോ, അതാണ് പ്രധാനം. ഓ, എന്റെ പൊന്നു വക്കീലേ, അതല്ല പ്രധാനം. കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് തന്നെയാണ് പ്രധാനം. രക്ഷപ്പെട്ടു പോകാൻ ഒരു കുറ്റവാളിക്ക് പല പഴുതുകളും കണ്ടുപിടിക്കാൻ പറ്റും.
ശിക്ഷ കിട്ടാത്തത് തെളിവില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ കുറ്റം ചെയ്യാത്തത് കൊണ്ടല്ല. കോടതിക്ക് ഗുണപാഠ ക്ലാസ് എടുക്കുന്ന രീതിയിലോട്ട് എന്റെ സുഹൃത്ത് ഉയർന്നതിൽ വളരെ സന്തോഷം. പാഠം പഠിക്കാത്ത ചിലർക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. അബേ മൈസൂർ ആയിരുന്നു താവളം, അല്ലേ? താവളമല്ല, വീട്. അവിടുന്ന് കേരളത്തിലേക്ക് വരാൻ കാരണം? എന്റെ സഹോദരി ഭർത്താവിനെ ഈ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്ന് പറയുന്ന ആള് കൊന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.